ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നവീൻ വന്നിട്ട് അവരുടെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കാണ്. അങ്ങനെ കിരണിനോട് പറയുന്നുണ്ട്, കല്യാണി ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, എന്തായാലും അറിയണ്ട, ഇന്ന് ജാമ്യം കിട്ടുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് നവീൻ പറയുകയാണ്. അപ്പോൾ ആ സമയം വേലു എന്തിനാ കുറ്റം ഏറ്റെടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വേലു കിരണിനെ നോക്കി അങ്ങനെ പറയുകയാണ്. എന്തായാലും നിങ്ങളിവിടെ നിൽക്കും, ഞാൻ എന്തായാലും അയാളെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് CSRന്റെ അരികിലേക്കായിട്ട് നമ്മുടെ നവീൻ പോവുകയാണ്. കൂടെ SI ഉണ്ട്. അങ്ങനെ ഞാൻ വക്കീൽ നവീനാണെന്ന് പറയുമ്പോൾ ഇരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഞാൻ കിരണിന്റെ കൂട്ടാളികളെയും ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നതാണ്. നടക്കാത്ത കാര്യമാണല്ലോ സാറേ, അതൊരിക്കലും അത് നടക്കില്ല, പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓ അങ്ങനെയാണോ കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അപ്പോൾ കോടതിയിലാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കോടതിയിലായാലും കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നവീൻ ചോദിക്കുകയാണ്, എല്ലാം എന്താ ഇപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആൾ അത്രയും കൊള്ളരുതാത്തവനാണ്. അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് തന്നെ നല്ലതല്ലേ, ഗുണമുള്ള കാര്യമാണ്, എന്നിട്ട് നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഞാനത് സത്യസന്ധമായിട്ട് അന്വേഷിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന ആരാണ് ഈ കംപ്ലൈൻറ്റ് തന്നത്, അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് സാറിന് അറിയോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം, എന്ത് കുറ്റവാളിയായാലും എന്തേ അവർക്ക് കംപ്ലൈൻറ്റ് തരാൻ പാടില്ല എന്നുണ്ടോ? അയാളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ടാണ് അവനെ കുറിച്ചുള്ള അന്വേഷിക്കണമെന്ന് എനിക്ക് അവള് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ സാറിന് ബോഡി കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, ബോഡി കണ്ടെത്തിയിട്ടില്ല, എന്തായാലും അവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, വേലുവാണ് കൊന്നതെന്നും അതുപോലെ കിരൺ തല്ലിച്ചതച്ചെന്നും മൂന്നാമത്തെ ആൾ കൂടിയിട്ടാണ് എല്ലാവർക്കും അവർക്ക് രണ്ടുപേർക്കും സഹായം ചെയ്തു കൊടുത്തതും അങ്ങനെയുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ശരി സാറേ, എന്നാൽ നാളെ കോടതിയിൽ കാണാം, സാർ ഒരുപാട് വയർക്കുമെന്ന് പറയുകയാണ് CI നമ്മുടെ വക്കീലിനോട്. അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ വക്കീൽ പോവുകയാണ്. അപ്പോൾ CI മനസ്സിൽ കരുതുന്നുണ്ട്, ഓ ഒരു വക്കീൽ കുറേ എണ്ണം ഇറങ്ങിക്കോളും ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഈ നവീൻ പുറത്തിറങ്ങിയതിന് ശേഷം SIയോട് പറയുന്നുണ്ട്, എന്താടോ തൻ്റെ സാറൊക്കെ ഇങ്ങനെ. അപ്പോൾ അതാ സാറേ പറഞ്ഞത്, ഒരു തരി നേരം ഞങ്ങളെ വെറുതെ ഇരുത്തില്ല, ഞങ്ങൾക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ SI പറയുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റെഫി സ്കൂട്ടിയിൽ അങ്ങനെ വരുന്നത്. അപ്പോൾ SI പറയുന്നുണ്ട്, ഇതാണ് സാറേ സ്റ്റെഫി, അവൻ ആ ഗംഗപ്രസാദിന്റെ കാമുകി എന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം ഇവളെ, ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ പേപ്പറിലൊക്കെ എന്ന് പറയാണ്. അങ്ങനെ ആ സമയം അവിടേക്ക് വരികയാണ്. നമ്മുടെ സ്റ്റെഫി വന്നിട്ട് SIയോട് ചോദിക്കുന്നുണ്ട്, അല്ല അവരൊക്കെ അറസ്റ്റ് ചെയ്തു എന്ന് പറയണ കേട്ടല്ലോ, ചെയ്തു എന്ന് പറയുന്ന എന്തായാലും ഞാൻ CI സാറിനെ ഒന്ന് കാണണം, പിന്നെ അറസ്റ്റ് ചെയ്തവരെയും ഒന്ന് കാണണം എന്ന് പറയുകയാണ്. അപ്പോൾ നീ ആരാടി ഇത്ര വല്ലാതെ എന്നിങ്ങനെ വക്കീൽ ഇങ്ങനെ ചോദിക്കുന്നു. ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ ഇപ്പം മനസ്സിലായി, അവരെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന വക്കീലായിരിക്കുമല്ലേ, എന്നിട്ട് കിട്ടിയില്ലേ ജാമ്യം എന്നിങ്ങനെ പരിഹാസത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, കിട്ടിയില്ല എന്ന് എനിക്കറിയാം, എന്തായാലും എൻ്റെ ഗംഗയെ കൊന്നവരെ വെറുതെ വിടരുത്, അത് എൻ്റെ ഒരു തീരുമാനം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വക്കീലും അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ സ്റ്റെഫി, ഞാൻ എന്തായാലും നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് SI. എനിക്ക് CI സാറിനെ കാണണം, അപ്പോൾ അതിനുശേഷം അവരെയും ഒന്ന് കാണണം, ആ കിരണിനെയൊക്കെ എന്ന് പറയുമ്പോൾ CI സാറിൻ്റെ മുന്നിൽ ഇത് അവൾ വന്നിട്ടുണ്ട്, വിളിക്കണോ എന്ന് ചോദിക്കുകയാണ് SI. അപ്പോൾ വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റെഫി വരികയാണ് CIയുടെ അരികിലേക്ക്. അപ്പോൾ സാറിനോടൊരു നന്ദി പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ, സാറിന് എന്തായാലും അവരൊക്കെ പിടികൂടിയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എടി നിന്റെ നന്ദിക്കൊന്നല്ല ഞാൻ നിന്നിരുന്നത്, എനിക്കൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യസന്ധമായി ഞാൻ അന്വേഷിക്കും, അത് എൻ്റെ ചുമതലയാണ്, അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നിനക്ക് നിന്റെ നന്ദി എനിക്ക് കിട്ടാനൊന്നും വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എടി നീ എന്തിനു വേണ്ടിയിട്ടാടി ഇങ്ങനെയുള്ള ഒരുത്തവനെ പ്രേമിക്കുന്നത്? ഞാൻ ഈ കേസ് തുടർന്ന് അന്വേഷണത്തിന് നിന്നപ്പോഴാണ് ഈ ഗംഗപ്രസാദ് എത്ര കൊള്ളരുതാത്തവനാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരുത്തനെ ആണോ നീ പ്രേമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സാറേ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്, അവന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരുത്തനാണ് അവൻ എത്ര തല്ലുകൊള്ളിയാണെന്ന് പറഞ്ഞാൽ എന്നെ അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നിങ്ങനെ പറയാണ്. ശരി, നീ അപ്പം എങ്ങനെയാ സാറേ കൊന്നത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് CI പറയാണ്, ഞാൻ നിന്നോട് വിശദീകരിക്കണോ, നീ ആര് നീ എൻ്റെ മുതിർന്ന പോലീസുകാരൊന്നുമല്ലല്ലോ, നീ എന്നോട് ഞാൻ ഇങ്ങനെ വിശദീകരിക്കാനായിട്ട് സീനിയർ പോലീസൊന്നുമല്ലല്ലോ, നീ നിന്റെ കാര്യം രക്ഷിപ്പോടി, വേണമെങ്കിൽ നീ നാളെ കോടതിയിൽ വന്നിട്ട് അവിടെ അവരെന്താന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാദം കേട്ടിട്ട് നീ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ അവനെന്താ പറ്റിയതെന്ന്.
അപ്പോൾ അല്ല സാറേ അപ്പോൾ ബോഡി നിനക്ക് ഞാൻ ബോഡി മാതി കുഴിച്ചെടുത്ത് കൊണ്ട് തരാടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ CA സാറ് വളരെ ഇത്തിരി മോശമായി തന്നെയാണ് സ്റ്റെഫിയോട് പെരുമാറുന്നത്. സാറേ ഞാൻ അവരെ ഒന്ന് കണ്ടോട്ടെ, നീ കണ്ടിട്ട് പോവാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ CA സാറിൻ്റെ അരികിലേക്കായിട്ട് കിരണിൻ്റെ ഒക്കെ അരികിലേക്കായിട്ട് നമ്മുടെ സ്റ്റെഫി ചെല്ലുകയാണ്. അങ്ങനെ സ്റ്റെഫി അവിടേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഇവനാണ് കാണുന്നത്, രതീഷാണ് കാണുന്നത്. അപ്പൊ രതീഷ് പറയുന്നത് സാറേ ദേ വന്നിട്ടുണ്ട് അവന്റെ കാമുകി സ്റ്റെഫി എന്ന് പറയുകയാണ്. അപ്പൊ കിരൺ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ ഒരു കാഴ്ച കാണണം എന്ന വലിയ ആഗ്രഹമായിരുന്നു, എന്റെ പരോള് കഴിഞ്ഞ് തിരികെ പോകുന്നതിനുള്ളിൽ. എന്തായാലും അത് സാധിച്ചു, സന്തോഷം എന്നിങ്ങനെ പറയുകയാണ്. എടി നീ എന്താ വിചാരിച്ചത്, ഞങ്ങൾ ഇതിൻ്റെ അകത്തിട്ടിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നത്? എന്തായാലും നീ നോക്കിക്കോ, നാളെ ഞങ്ങൾ എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് പറയുകയാണ്. നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിക്കോ, എന്തായാലും എൻ്റെ ഗംഗയെ കൊന്നില്ലേ? അപ്പോൾ ആ സമയത്ത് നീ ഗംഗ എന്ന് പറയുന്നത് നിന്റെ ആരാടി? അവൻ കാട്ടിനുള്ളിൽ വന്നിട്ട് എന്തെല്ലാം കൊള്ളരുതായ്മയാണ് ചെയ്തതെന്നറിയും. ആ മൂപ്പനെ കൊന്നു, എന്തൊക്കെ ചെയ്തു? അപ്പൊ സ്റ്റെഫി പറയുന്നുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആണൊരുത്തനാണ് ഗംഗപ്രസാദ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയം അങ്ങനെ ഒരുത്തനെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. നിന്റെ കല്യാണിക്ക് അപകടം പറ്റിയതൊക്കെ ഞാൻ അറിഞ്ഞു, അപ്പൊ നിനക്ക് വേദനിച്ചില്ലേ? അതുപോലെ തന്നെയാണ് എനിക്കും എന്റെ ഗംഗയെ കൊന്നതിൽ എനിക്ക് നല്ല വേദനയുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ആ സമയത്ത് രതീഷ് പറയാണ് അതെ നീ നല്ല ആണുങ്ങളെ കാണാത്തതുകൊണ്ടാടി അങ്ങനെയൊക്കെ നീ ചിന്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വെല്ലുവിളികളുമായിട്ട് അങ്ങനെ നമ്മുടെ സ്റ്റെഫി അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പൊ സ്റ്റെഫി പറയാണ് ഒരു പെണ്ണ് ഒരുമ്പെട്ടാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രൂപ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ രൂപയുടെ അരികിലേക്കായിട്ട് ഷാരി വരുന്നുണ്ട്. അപ്പൊ ഷാരി രൂപയെ നോക്കിയിട്ട് മനസ്സിൽ കരുതുകയാണ് അവളുടെ മോൻ ജയിലിലായതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. എത്രയായാലും അവന്റെ അമ്മാവനെയല്ലേ അവൻ കൊന്നത്. ദുഷ്ടനാണെങ്കിലും കൊല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം കയ്യിലുണ്ടാകുമ്പോൾ മോരും വെള്ളം എടുത്തിട്ട് നമ്മുടെ രൂപയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പൊ രൂപ പറയുന്നുണ്ട് എന്താണ് ഇതെന്ന് ചോദിക്കുമ്പോൾ മോരും വെള്ളമാണ് രൂപ കുടിക്കുക എന്ന് പറയുന്നുണ്ട്. അവള് മോരും വെള്ളം കൊണ്ടൊന്നും എനിക്ക് വന്നിരിക്കുന്നു, എൻ്റെ മോന് ഏത് അവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് അറിയോ? അതറിയാത്തതിലുള്ള ടെൻഷനിലാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് രൂപ ചാടുന്നുണ്ട് നമ്മുടെ ഷാരിയോട്. അങ്ങനെ ആ സമയത്ത് ചന്ദ്രസേനൻ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. എന്തായി ചന്ദ്രേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് രൂപ. അപ്പോൾ ആ സമയത്ത് ഇല്ല, ജാമ്യം കിട്ടിയില്ല, നവീൻ അവിടെ ചെന്നിരുന്നു പക്ഷെ ജാമ്യം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ നരസിംഹ സാറിനോടൊന്ന് വിളിച്ച് പറയായിരുന്നില്ലേ, നവീന് എന്തെങ്കിലും നാളെ കോടതിയിൽ പോകുമ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മറ്റോ കൊടുക്കാനായിട്ട് ഒന്ന് വിളിക്കായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ സാർ എന്നെ വിളിച്ചായിരുന്നു എന്നിങ്ങനെ ചന്ദ്രേട്ടൻ പറയുകയാണ്. അപ്പൊ ആ സമയത്ത് രൂപ പറയുന്നുണ്ട് എന്നിട്ട് എന്ത് പറഞ്ഞു? അതൊക്കെ നവീൻ നോക്കിക്കോളും എന്നാണ് പറയുന്നത്, പേടിക്കേണ്ട എന്നാണ് അവരൊക്കെ പറയുന്നത്. ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവനെ വിശ്വസിക്കാം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ മൂർത്തി സാറും എന്നെ വിളിച്ചിരുന്നു, അവരൊക്കെ ധൈര്യം തന്നിട്ടുണ്ട് നമുക്ക് എന്നിങ്ങനെ പറയുകയാണ്. നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കാം എന്നിങ്ങനെ രൂപ പറയുകയാണ്. എത്ര വേണമെങ്കിലും അവർക്ക് കൊടുക്കാം. അത് അങ്ങനെ കൊടുക്കാനായിട്ട് CSR കൈമടക്ക് വെടിക്കാത്ത ഒരുത്തനല്ലേ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നം മുഴുവനും എന്നിങ്ങനെ ചന്ദ്രസേന പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ചന്ദ്രസേന പറയുന്നുണ്ട് എന്തായാലും സ്റ്റെഫിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, അവളാണ് ഈ കേസ് കൊടുത്തത്. എന്തായാലും അവള് പരോളിൽ കഴിഞ്ഞിട്ട് തിരികെ ജയിലിലോട്ട് പോകണമോ പോകണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കുമെന്നിങ്ങനെ ഉറച്ച തീരുമാനത്തോടു കൂടി പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രസേനൻ. അതുപോലെ തന്നെ ഈ സ്റ്റെഫി ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരെയോ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ സ്റ്റെഫി. ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.